പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. സ്നേഹസാന്ത്വനം ശുശ്രൂഷയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സന്ധ്യയായി, ഉഷസ്സായി, 41-ാം ദിവസം. ഹബക്കുക്ക് പ്രവാചകന്റെ ഗ്രന്ഥം 2-ാം അധ്യായം 2 മുതൽ 4 വരെയും 3-ാം അധ്യായം 2 തിരുവചനങ്ങൾ. കർത്താവ് എനിക്കുത്തരമരുളി, ദർശനം രേഖപ്പെടുത്തുക, ഓടുന്നവന് പോലും വായിക്കത്തക്ക വിധം ഫലകത്തിൽ വ്യക്തമായി എഴുതുക. ദർശനം അതിൻ്റെ സമയം പാർത്തിരിക്കുകയാണ്, ആ സമയം അടുത്തുകൊണ്ടിരിക്കുന്നു, അതിന് മാറ്റമുണ്ടാവുകയില്ല. അത് വൈകുന്നെങ്കിൽ അതിനായി കാത്തിരിക്കുക, അത് തീർച്ചയായും വരും, അത് താമസിക്കുകയില്ല. ഹൃദയ പരമാർത്ഥതയില്ലാത്തവൻ പരാജയപ്പെടും, എന്തെന്നാൽ നീതിമാൻ തൻ്റെ വിശ്വസ്തത മൂലം ജീവിക്കും. കർത്താവേ, അങ്ങയെപ്പറ്റിയും അങ്ങയുടെ പ്രവൃത്തിയെപ്പറ്റിയും കേട്ട് ഞാൻ ഭയന്നു. ഞങ്ങളുടെ നാളുകളിൽ അങ്ങയുടെ പ്രവൃത്തി ആവർത്തിക്കണമേ, ഞങ്ങളുടെ നാളുകളിൽ അത് വെളിപ്പെടുത്തണമേ. ക്രൂദ്ധനാകുമ്പോൾ അങ്ങയുടെ കരുണയെ അനുസ്മരിക്കണമേ. കർത്താവിൻ്റെ വചനം. ദൈവത്തിന് നന്ദി. സ്നേഹിതരെ, ദൈവം തൻ്റെ നീതിയുടെ പ്രവൃത്തി തുടർന്നുകൊണ്ടേയിരിക്കും. അനാദികാലം മുതൽ അവിടുത്തെ നീതിയുടെ പ്രവൃത്തി അവിടുന്ന് തുടർന്നുകൊണ്ടിരിക്കുന്നു, അതിന് മാറ്റമുണ്ടാവുകയില്ല എന്ന് ഹബക്കുക്ക് പ്രവാചകനിലൂടെ ദൈവം ഓർമ്മപ്പെടുത്തുന്നു. അവിടുത്തെ സ്നേഹത്തിന്, അവിടുത്തെ കരുണയ്ക്ക് ഒരിക്കലും മാറ്റമുണ്ടാവില്ല. എൻ്റെ സ്നേഹം അചഞ്ചലമാണ് എന്ന് പ്രവാചകന്മാർ വഴി അവിടുന്ന് ആവർത്തിച്ച് നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. ഓടുന്നവന് പോലും വായിക്കത്തക്ക വിധം അത്രമാത്രം വ്യക്തമായി ഫലകത്തിൽ ഈ ദർശനം രേഖപ്പെടുത്തണമെന്ന് ദൈവമായ കർത്താവ് ഹബക്കൂക്കിനോട് പറയുന്നുണ്ട്. എല്ലാ ആവലാദികളും അവിടുത്തെ സ്നേഹത്തിൽ ഇല്ലാതാകും. എല്ലാ പരാധീനതകളും, എല്ലാ അന്ധകാര ശക്തികളുടെ ആധിപത്യ സ്വഭാവങ്ങളും അവിടുത്തെ സ്നേഹത്തിൽ ചാമ്പലായി പോകും. അവിടുത്തെ നീതി തീർച്ചയായും സംഭവിക്കും. നീതിമാൻ അവൻ്റെ വിശ്വസ്തത മൂലം ജീവിക്കും. ദൈവത്തോടുള്ള നീതിമാന്റെ വിശ്വസ്തത അവനെ ജീവനിലേക്ക് നയിക്കുമെന്ന് ഹബക്കുക്ക് പ്രവാചകനിലൂടെ നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. അവിടുത്തെ പ്രവർത്തികൾ വിസ്മയാവഹമാണ്. അവിടുന്ന് തൻ്റെ ജനത്തെ അടിമത്തത്തിൻ്റെ ഭവനത്തിൽ നിന്ന് മോചിപ്പിച്ചു കൊണ്ടുവന്ന അവിടുത്തെ വിസ്മയകരമായ പ്രവർത്തികൾ വീണ്ടും ആവർത്തിക്കണമേ എന്ന് പ്രവാചകനിലൂടെ നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ നാളുകളിലും അവിടുത്തെ വിസ്മയാവഹമായ പ്രവർത്തികൾ ആവർത്തിക്കപ്പെടാൻ നമുക്ക് പ്രാർത്ഥിക്കാം. അവിടത്തേക്കൊന്നും അസാധ്യമല്ല. സകലത്തിൻ്റെയും നാഥനായ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ച് സകല ചരാചരങ്ങളെയും അടക്കി ഭരിക്കുന്ന
പ്രപഞ്ച സൃഷ്ടാവായ ദൈവത്തിൻ്റെ അത്ഭുതകരമായ പ്രവർത്തികൾ നമ്മുടെ നാളുകളിലും ആവർത്തിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. അങ്ങനെ ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ അഭിഷേകം നാം അനുഭവിക്കുവാൻ കൃപ ചെയ്യണമേ എന്ന് നമുക്ക് കർത്താവിനോട് പ്രാർത്ഥിക്കാം. ഞാൻ നിന്നെ സ്നേഹം കൊണ്ട് പൊതിയും. പെറ്റമ്മയ്ക്ക് തൻ്റെ കുഞ്ഞിനെ മറക്കാനാവുമോ? മുല കുടിക്കുന്ന കുഞ്ഞിനെ അമ്മ മറന്ന് കളയുമോ? അമ്മ നിന്നെ മറന്നാലും ഞാൻ നിന്നെ മറക്കുകയില്ല. എനിക്ക് നിന്നോടുള്ള സ്നേഹം അനന്തമാണ്. ഈ ദർശനത്തിന് മാറ്റമുണ്ടാവുകയില്ല. ഇത് തീർച്ചയായും സംഭവിക്കുമെന്ന് ഹബക്കുക്ക് പ്രവാചകനിലൂടെ ദൈവം നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. അവൻ്റെ സ്നേഹ അഭിഷേകത്തിൽ നിലനിന്ന് അവിടുത്തെ വിസ്മയകരമായ പ്രവർത്തികൾ ആവർത്തിക്കണമേ എന്ന പ്രാർത്ഥനയോടെ ദൈവത്തിൻ്റെ തിരുവചനത്തിൽ നമുക്ക് വ്യാപരിക്കാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. രാജാക്കന്മാരുടെ രാജാവായ ദൈവമേ, എൻ്റെ ഹൃദയം ഞാൻ അങ്ങയുടെ പാദപീഠങ്ങളിൽ സമർപ്പിക്കുന്നു. മാറ്റമില്ലാത്ത സ്നേഹത്തിലേക്ക് എന്നെ നയിക്കണമേ. എൻ്റെ ഹൃദയഭാരം ഞാൻ അങ്ങയെ ഏൽപ്പിക്കുന്നു. ശാന്തശീലനും വിനീത ഹൃദയനുമായ അങ്ങയുടെ സ്നേഹം എന്നിൽ വർഷിക്കണമേ. ആമേൻ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിത്വൈക ദൈവം നിങ്ങളേവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.